ബഗ്ദാദ് നഗരത്തിലെ തിരക്കേറിയ തെരുവിലൂടെ ഒരു കൈയിൽ തീപ്പന്തവും മറുകൈയിൽ പച്ചവെള്ളവുമായി നടന്നു നീങ്ങുന്ന ആ പെൺകുട്ടി ആരാണ്? ഉൾക്കണ്ണിന് വെളിച്ചം കിട്ടിയ ഒരു പെൺകുട്ടി ചരിത്രത്തിൽ അങ്ങനെ നടന്നിട്ടുണ്ട്. റാബിയത്തുൽ അദവിയ എന്ന സ്വാത്വിക, അദവി രാജവംശത്തിലെ നാലാമത്തെ രാജകുമാരി. അള്ളാഹുവിനോടുള്ള അഭിനിവേശം അകം പൊള്ളിച്ചപ്പോൾ കൊട്ടാരം വിട്ടിറങ്ങിയ യുവതി പിന്നീട് ആത്മജ്ഞാനത്തിൻ്റെ നിത്യപ്രതീകമായി. ആൾക്കാർ ചോദിച്ചു, അല്ല മഹദി, നിങ്ങളെന്തേ ഒരു കൈയിൽ തീയും മറ്റേ കൈയിൽ വെള്ളവുമേന്തി നടക്കുന്നേ? റാബിയ പറഞ്ഞു, ഞാൻ ഈ കൈയിലെ തീ കൊണ്ട് സ്വർഗം കത്തിക്കാൻ പോവാണ്, ഈ കൈയിലെ വെള്ളം ഒഴിച്ച് നരകം കെടുത്താനും പോവാണ്. ആൾക്കാർ പറഞ്ഞു, കഷ്ടം, റാബിയ കയ്യിന്ന് പോയി. റാബിയ ഭാവഭേദമില്ലാതെ പറഞ്ഞു, ഞാൻ സ്വർഗം കത്തിക്കാനും നരകം കെടുത്താനും ഇറങ്ങിയത് വെറുതെയല്ല. നിങ്ങൾ ആൾക്കാർ ഇബാദത്ത് ചെയ്യുന്നത് സ്വർഗം കിട്ടാനും നരകം കിട്ടാതിരിക്കാനും വേണ്ടിയാണല്ലോ, അല്ലാതെ അള്ളാനെ സ്നേഹിച്ചിട്ടല്ലല്ലോ. സ്വർഗവും നരകവും ഇല്ലാതായാലും അള്ളാഹ് അവിടെ ഉണ്ടാകും, എനിക്കവൻ മതി. أشرقت نفسي بنور من فؤادي حينما رددت يا رب العباد واتعشت روحي وسار الدمع يجري يا إلهي حسنك